അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ താരിഫ് ഇരട്ടിയാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 25% താരിഫ് 50% ഉയർത്തിയത്. ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടതോടെ പുതുക്കിയ താരിഫ് പ്രാബല്യത്തിൽ വന്നു. നിരവധി രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് നയത്തിൽ വ്യാപക വിമർശനം ഉയരുന്നതിനിടെയാണ് സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ താരിഫുകൾ ട്രംപ് ഇരട്ടിയാക്കിയത്. നേരത്തെ വ്യാപാര സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് രാജ്യത്തെ ലോഹമേഖല നേരിടുന്ന പ്രതിസന്ധികൾ ട്രംപിന് മുമ്പാകെ വിവരിച്ചിരുന്നു. തുടർന്നായിരുന്നു താരിഫ് ഉയർത്താൻ ട്രംപ് തീരുമാനിച്ചത്. എന്നാൽ ബ്രിട്ടനിൽ നിന്നുള്ള ലോഹ ഇറക്കുമതിയുടെ താരിഫ് മാത്രം 25% തുടരും. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര നയം നിലനിൽക്കുന്നതിനാലാണ് ഇത്. താരിഫുകൾ വർദ്ധിപ്പിക്കുന്നത് പ്രാദേശിക വ്യവസായങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന് ട്രംപ് പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ, അലുമിനിയം എന്നിവയാണ് രാജ്യത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതെന്നും നമ്മുടെ വ്യവസായങ്ങളെ ശക്തരാക്കാനാണ് ഈ തീരുമാനമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞയാഴ്ച പെൻസിൽവാനിയയിലെ ഒരു സ്റ്റീൽ പ്ലാന്റ് സന്ദർശിച്ച ശേഷം താരിഫുകൾ ഉയർത്തുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. നിങ്ങളുടെ വ്യവസായം ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല എന്നാണ് ട്രംപ് അന്ന് പറഞ്ഞത്. 25% താരിഫിനെ വിദേശ കമ്പനികൾ എളുപ്പം മറികടക്കുകയാണ്. എന്നാൽ 50% ഉയർത്തിയാൽ അങ്ങനെ മറികടക്കാൻ സാധിക്കില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു. താരിഫ് വിഷയത്തിൽ യുഎസുമായി ചർച്ച നടത്താൻ വിവിധ രാജ്യങ്ങൾ തയ്യാറായിരിക്കെയാണ് സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് ട്രംപ് താരിഫുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ നീക്കം ചർച്ചകളുടെ വഴിമുടക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. വിവിധ രാജ്യങ്ങൾക്ക് മേൽ ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയ ട്രംപ് നടപടിക്കെതിരെ മാൻഹാട്ടനിലെ വ്യാപാര കോടതി ദിവസങ്ങൾക്ക് മുമ്പ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ട്രംപ് അധികാരം കയ്യിലെടുക്കുന്നുവെന്നും നിയമം അനുശാസിക്കുന്ന അധികാരങ്ങൾക്കപ്പുറത്തേക്ക് കടക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. രാജ്യത്തെ സംരക്ഷിക്കാനുള്ള തീരുമാനങ്ങൾ യുഎസ് കോൺഗ്രസിന്റെ അധികാരം മറികടക്കുന്നതാകരുത് എന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് നടപടികൾ കോടതി സ്റ്റേ ചെയ്തിരുന്നു. ശേഷം ഫെഡറൽ കോടതി ഈ സ്റ്റേ നീക്കുകയായിരുന്നു.